ലേണിംഗ് അനറ്റമിക്സ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത എക്സാം ഏതാണ് മക്കളെ, നമ്മുടെ ഇന്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥിതമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഡേ 1 പ്രിപ്പറേഷനിലായിരിക്കും മക്കൾ എല്ലാവരും. അപ്പൊ നമുക്കറിയാം നമ്മുടെ മലയാളം പാഠപുസ്തകവും അതുപോലെ തന്നെ നമ്മുടെ ഗണിതം പാഠപുസ്തകത്തിൽ നിന്നും മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2, ഇന്റഗ്രേഷൻ 3 എന്ന് പറഞ്ഞിട്ട് 3 ദിവസങ്ങളായിട്ട് നടത്തുന്ന എക്സാമിനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ മക്കൾ എല്ലാവരും മാക്സിമം ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പാഠം വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ചിന്നു പൂമ്പാറ്റ പറന്നു, തേൻ കുടിക്കാൻ ചെമ്പരത്തിപ്പൂവിലിരുന്നു, ചിന്നു ചിലന്തി വലയിൽ കുടുങ്ങി, അയ്യോ രക്ഷിക്കണേ, മീനൂട്ടി വല പൊട്ടിച്ചു, ചിന്നു പറന്നു വന്നു മീനൂട്ടിക്കൊരു ഉമ്മ കൊടുത്തു. അപ്പൊ മിസ് പറയുമ്പോ എന്റെ മക്കൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഈ ഒരു പാഠഭാഗത്തെ ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നേ? ആ ചിന്നു പൂമ്പാറ്റ പറന്നു പോവുകയായിരുന്നല്ലേ. നമ്മുടെ ഒരു പൂമ്പാറ്റയുണ്ട്, പൂമ്പാറ്റന്റെ പേരാണ് ചിന്നു പൂമ്പാറ്റ. ചിന്നു പൂമ്പാറ്റ പറക്കുകയായിരുന്നു. തേൻ കുടിക്കാൻ ചെമ്പരത്തിപ്പൂവിലിരുന്നു. അപ്പം പൂമ്പാറ്റ എന്താ ഭക്ഷിക്കുന്നത്? തേനാണ്. അങ്ങനെ തേൻ കുടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിന്നു പൂമ്പാറ്റ ഒരു ചെമ്പരത്തിപ്പൂവിലിരുന്നു. ചിന്നു ചിലന്തി വലയിൽ കുടുങ്ങി. അപ്പോഴാണ് ചിന്നുവിന് ഒരു അപകടം പറ്റിയത്. എന്തായിരുന്നു അപകടം? ആ ചിലന്തി വലയിൽ കുടുങ്ങി. അയ്യോ രക്ഷിക്കണേ, നമ്മളൊരു അപകടത്തിൽപ്പെട്ട നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ കരയൂലേ. അതുപോലെ നമ്മുടെ ചിന്നു പൂമ്പാറ്റയും കരഞ്ഞു. എന്താ പറഞ്ഞത്? അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. മീനൂട്ടി വല പൊട്ടിച്ചു. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? നമ്മുടെ മീനൂട്ടി. മീനൂട്ടി എന്താ ചെയ്തത്? ആ ഒരു ചിലന്തി വല പൊട്ടിച്ചു. ചിന്നു പറന്നു വന്ന് മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ തന്നെ സഹായിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചിന്നു പൂമ്പാറ്റ എന്ത് ചെയ്തു? പറന്നു വന്നിട്ട് തന്നെ സഹായിച്ച നമ്മുടെ മീനൂട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ പാഠഭാഗത്തെ സന്ദർഭം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, യെസ്, രക്ഷപ്പെട്ട ചിന്നു ചെയ്തതെന്ത്? അതുപോലെ രണ്ടാമത്തത്, വല പൊട്ടിച്ചതാര്? എങ്ങനെയാണ് ചിന്നു പൂമ്പാറ്റയെ രക്ഷിച്ചത്? അപ്പൊ ഇതിന്റെ ഒക്കെ ഉത്തരം ചുമ്മാ നമ്മൾ എഴുതുകയല്ല വേണ്ടത്, നേരെ മറിച്ച് എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിന് യോജിച്ച വാക്യം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടേതായ വാക്കുകൾക്ക് എഴുതുന്നതിന് പകരം എന്താ പറഞ്ഞത്? പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്യം തന്നെ നമ്മൾ പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം. അപ്പൊ ഒന്നാമത്തത് എന്തായിരുന്നു? രക്ഷപ്പെട്ട ചിന്നു ചെയ്തതെന്ത്? എന്താണ് ചിന്നു രക്ഷപ്പെട്ടിട്ട് ചെയ്തത്? ഒന്ന് നോക്കിക്കേ. ചിന്നു പറന്നു വന്ന മീനൂട്ടിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ. ഇനി അടുത്തത് എന്തായിരുന്നു മക്കളെ? വല പൊട്ടിച്ചതാര്? ആരാണ് വല പൊട്ടിച്ചത്? അതിന്റെ ഉത്തരമായിട്ടുള്ളത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആരാണ് വല പൊട്ടിച്ചത്? നോക്കിക്കീടാ, മീനൂട്ടി വല പൊട്ടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്തത് എന്താണ്? എങ്ങനെയാണ് ചിന്നു പൂമ്പാറ്റയെ രക്ഷിച്ചത്? വലയിൽ കുടുങ്ങിയ ചിന്നു പൂമ്പാറ്റനെ ആരെ രക്ഷിച്ചത്? മീനൂട്ടിയാണ് രക്ഷിച്ചത്. എങ്ങനെയാണ് രക്ഷിച്ചത്? എങ്ങനെ രക്ഷിച്ചത്? മീനൂട്ടി വല പൊട്ടിച്ചിട്ടാണ് രക്ഷിച്ചത്. അപ്പൊ മക്കളെ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്താണെങ്കിലും ഉണ്ടാവും. ഇതുപോലെ ചെറിയൊരു പാഠഭാഗം തന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? എണ്ണി എഴുതാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എണ്ണാൻ അറിയാലേ. അങ്ങനെ എണ്ണി എഴുതുന്ന ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം. നീല നിറമുള്ള പൂമ്പാറ്റകൾ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് നോക്കിക്കേ. 1, 2, 3. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതുപോലെ ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പൂമ്പാറ്റകൾ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് എണ്ണിക്കോ. 1, 2, 3, 4. ഓക്കെ, അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതും കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. മഞ്ഞ നിറമുള്ള പൂമ്പാറ്റകളോ? എണ്ണിക്കോളൂ. 1, 2, 3, 4, 5. എത്ര എണ്ണം ഉണ്ടടാ? 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ചുവന്ന നിറത്തിലുള്ള പൂമ്പാറ്റകൾ. എല്ലാവരും എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര നിറത്തിലുള്ള പൂമ്പാറ്റകളെ കിട്ടി? 4 നിറത്തിലുള്ള പൂമ്പാറ്റകളെ കിട്ടി. ആദ്യം എന്തായിരുന്നു? നീല നിറത്തിലുള്ള പൂമ്പാറ്റ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പൂമ്പാറ്റകള് 4 എണ്ണം ഉണ്ടായിരുന്നു. ഇനി മഞ്ഞ നിറത്തിലുള്ള പൂമ്പാറ്റകൾ 5 എണ്ണം ഉണ്ടായിരുന്നു. ഇനി ചുവപ്പ് നിറത്തിലുള്ള പൂമ്പാറ്റകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് പഠിക്കണം അല്ലെ. ഏത് നിറമുള്ള
പൂമ്പാറ്റകളാണ് കൂടുതലുള്ളത്? ഏത് നിറമുള്ളതാണ്? ഒന്ന് നോക്കിയാൽ അറിയാം. ചുവപ്പ് നിറത്തിലുള്ളത് എത്ര ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ട്. മഞ്ഞ നിറത്തിലുള്ളത് 5 എണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചുവപ്പും കറുപ്പും ഉള്ളത് 4 എണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ. നീല നിറത്തിലുള്ളത് 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് എത്രയാണ്? 6 എണ്ണമുള്ള പൂമ്പാറ്റയായിരുന്നു. അതിന്റെ നിറം ഏതാണ് മക്കളെ? ചുവപ്പ് നിറമായിരുന്നു. അപ്പൊ ഏതാണ്? ചുവപ്പ് നിറത്തിലുള്ള പൂമ്പാറ്റയാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കുറവ് ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ്? 3 എണ്ണമുള്ള പൂമ്പാറ്റയായിരുന്നു. അതിന്റെ നിറം ഏതാണ്? നീല നിറമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം നീല നിറം. ഓക്കെ, ഇനി അടുത്തത് ഓരോ കൂട്ടത്തിലെയും പൂമ്പാറ്റകളെ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കാമോ? എങ്ങനെ ക്രമീകരിക്കണ്ടേ? ഏറ്റവും കൂടുതലുള്ളത് ആദ്യം പറയണം, പിന്നെ ഉള്ളത് കുറവ് അവസാനം പറയണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതായിരുന്നു? 6 എണ്ണം ഉള്ളതായിരുന്നു. പിന്നെ 5 എണ്ണം ഉള്ളതുണ്ടായിരുന്നു ഇല്ലേ? 5 എണ്ണം ഉള്ളതുണ്ട്. പിന്നെ ഇതാ 4 ഉണ്ട്, 3 ഉണ്ട്. അപ്പം ഏറ്റവും ആദ്യം എന്ത് എഴുതേണ്ടത്? ഏറ്റവും ആദ്യം എന്തെഴുതണം? കൂടുതലുള്ളതാണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ട് മിസ് ഇവിടെ 6 എഴുതി. പിന്നെ അതിനേക്കാളും കുറവ് 5 എഴുതി. പിന്നെ അതിനേക്കാളും കുറവ് 4 എഴുതി. പിന്നെ അതിനേക്കാളും കുറവ്, അതായത് ഏറ്റവും കുറവ് 3 എണ്ണം എഴുതി. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. പക്ഷെ ഇത് മാത്രം പോരാ, അതിന്റെ ആ പൂമ്പാറ്റന്റെ കളറും കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 6 എണ്ണം ഉള്ള പൂമ്പാറ്റന്റെ കളർ ഏതായിരുന്നു? ചുവപ്പ് നിറം. ഓക്കെ, അപ്പം ചുവപ്പ് നിറത്തിലുള്ള പൂമ്പാറ്റയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഏതായിരുന്നു? മഞ്ഞ നിറത്തിലുള്ള പൂമ്പാറ്റയാണ് 5 എണ്ണം. 4 എണ്ണം എന്ന് പറഞ്ഞാൽ ചുവപ്പും അതുപോലെ തന്നെ കറുപ്പും കൂടി നിറത്തിലുള്ളതായിരുന്നു. ഇനി 3 എണ്ണം ഏതായിരുന്നു? നീലയായിരുന്നു അല്ലേ? അപ്പൊ ഇതുപോലെ മക്കളെ എന്ത് ചെയ്യണം? ആൻസറുകൾ ഓരോന്നും ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും മക്കൾ എല്ലാവരും 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.